ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് ചാനൽ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഒരു വെറൈറ്റി പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ 3 ലെയറുകളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ലെയറിലും ഓരോ ഫ്ലേവർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പിസ്തൻ്റെ ലെയറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം. ഞാനിതിലേക്ക് പിസ്തൻ്റെ എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് പിസ്തൻ്റെ എസൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര തോനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് പഞ്ചസാര അരിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനത് ഗ്യാസ് ഓണാക്കി അത് പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും മതിയാവും. അപ്പോൾ ഇനി അടുത്ത ലെയറിനുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാനായി ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് ഓണാക്കി പാൻ അതിൽ വെച്ച് ഒന്ന് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇത്ര മതി. ഇനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ എടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തത് മാംഗോ ആണ് കേട്ടോ. മാംഗോയും ഞാനതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്കിതുപോലെ ബ്രെഡിൻ്റെ പീസ് ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ അവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസ്റ്റാർഡാണ് കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെച്ച് കസ്റ്റാർഡ് ഇതിലിട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പീസാണ് കേട്ടോ. സെക്കൻഡ് ലെയർ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ലെയറിൽ ഞാൻ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേർഡ് ലെയറാണ് ചെയ്യുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഈ ലെയറിൽ ഞാൻ പിസ്തൻ്റെ കൂട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഗാർണിഷിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ കാഷ്യൂ നട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഞാനിതൊരു റാപ്പർ ഉപയോഗിച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പം നമ്മുടെ പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുണ്ട്. വാവ്, സൂപ്പർ. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുഡിംഗ് ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.